ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളെ ഒരു വിഷുവും കൂടി വരുവാണേ. അപ്പം നിങ്ങളുടെയൊക്കെ വിഷു എന്തായി? എല്ലാവരും എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയോ? അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യവും നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെയാണ്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വിഷു ആണ് ബാംഗ്ലൂരിലെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു മാർക്കറ്റിലോട്ട് പോയി അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓരോ കടകൾ ചോദിക്കുമ്പോഴും ഓരോ വിലയാണ് പല ഐറ്റത്തിനും. അപ്പോൾ നമുക്ക് അധികം സാധനങ്ങളൊന്നും മേടിക്കാനില്ല. നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി, കാരണം നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കണി ഒരുക്കാനുള്ളതും പിന്നെ നാളെ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം പൈനാപ്പിൾ തന്നെയാണ് മേടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പൈനാപ്പിളിന് വന്നിട്ട് കിലോ 80 രൂപ ചില കടകളിൽ പറയുന്നു, ചില കടകളിൽ അതിന് കിലോ 40 രൂപ പറയും. അങ്ങനെ ഞങ്ങൾ ചെറിയ ഒരു പൈനാപ്പിൾ എടുത്തേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കണി ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഉരുളിയുണ്ടല്ലോ, അത് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തിരിക്കാൻ തക്കവണ്ണം വലുപ്പമുള്ള ഒരു കുഞ്ഞൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, വാഴയില നമുക്ക് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അച്ഛൻ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് അങ്ങനെയല്ലേ നമ്മൾ സദ്യ കഴിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാം പൈസ കൊടുത്ത് തന്നെ മേടിക്കാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 3 ഇല മേടിച്ചു. 2 എണ്ണം നമ്മൾക്ക് എടുക്കാനും പിന്നെ ആരെങ്കിലും ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരെണ്ണം കൂടെ മേടിച്ചു. അല്ല, ഇനി വേറെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയി മേടിക്കാവുന്നതേ ഉള്ളൂ, കാരണം ഇവിടെ അടുത്തുണ്ട് കട. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളരിക്ക, കണി വെക്കാനുള്ള വെള്ളരിക്ക, പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ളതും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞൊരു അവിയൽ, ഒരു ചെറിയ സാമ്പാർ, പിന്നെന്താ ഒരു പുളിശ്ശേരി, ഒരു തോരൻ, അങ്ങനെയൊക്കെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് തന്നെ എനിക്കെല്ലാം അരിഞ്ഞ് വെച്ചെങ്കിൽ മാത്രമേ നാളത്തേക്ക് എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് അമ്മമാരെ പോലെ അത്ര സ്പീഡിലൊന്നും എനിക്ക് വെക്കാൻ അറിയില്ല. അപ്പോൾ എല്ലാം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നാളെ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ തൈരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഒരു പായസത്തിൻ്റെ ഒരു മിക്സ് കൂടെ ഞാൻ മേടിച്ചത്. എനിക്കാണെങ്കിൽ പാലടയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ ആണ് തോന്നുന്നു മേടിച്ചത്. അങ്ങനെ പെട്ടെന്നൊരു പാലടയുടെ മിക്സും കൂടെ ഞങ്ങൾ മേടിച്ചു. പപ്പടമൊക്കെ വാങ്ങിച്ചു. പപ്പടം ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിൽക്കുന്നതിന് 100 രൂപയാണ് കേട്ടോ. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ പപ്പടം നോർമലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ചെറുതൊരെണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 30 രൂപയുടെ ഒരു പപ്പടവും മേടിച്ചു. പിന്നെ വിളക്കത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പ്രാണി, കർപ്പൂരം, പിന്നെ വെറ്റ, അങ്ങനെയൊക്കെ മേടിച്ചേ. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ചക്ക കാണിച്ചല്ലോ. ചക്കയ്ക്ക് ആ ഒരു ചെറിയ ചക്കയ്ക്ക് 80 രൂപ 1 കിലോയ്ക്ക്. ഭയങ്കര കുഞ്ഞൊരു ചക്ക. ഞാൻ അത് വാങ്ങിയില്ല. പിന്നെ ഇവിടെ അടുത്തൊരിടത്തൊരു പ്ലാവ് നിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ പൂവ് ഞാൻ ആ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ പാർക്കിനകത്ത് പാർക്കിന് സൈഡിലായിട്ട് ഒരു കൊന്നയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കൊന്നയെ കയറിയിട്ട് പൂ പൊട്ടിച്ചെടുത്ത്. അപ്പോൾ അന്നേരം നമ്മളത് പറിക്കുന്ന കണ്ടപ്പോഴത്തേനും അടുത്തുണ്ടായിരുന്ന കുറേ മലയാളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കും കുറച്ചൊക്കെ നമുക്ക് എത്താവുന്ന പോലെ സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ പറിച്ചു. ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ വന്നിട്ട് ഞാനൊരു കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുക. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ, ഹാപ്പി വിഷു.